നമസ്കാരം. HSA മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് നിരണം കൃതികൾ. കണ്ണശരാമായണം, ഭാഷാ ഭഗവത്ഗീത, ഭാരതമാല. കണ്ണശഭാഗവതം, കണ്ണശഭാരതം, ശിവരാത്രി മഹാത്മ്യം ഇവയും നിരണം കൃതികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നിരണം കവികളെയാണ് കണ്ണശ കവികൾ എന്ന് വിളിക്കുന്നത്. കണ്ണശ കവികൾ എന്ന് വിളിക്കുന്നത് നിരണം കവികളെയാണ്. കണ്ണശ കവികൾ ആരെല്ലാം? മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. കണ്ണശ കവികളുടെ ജന്മദേശം തിരുവല്ല താലൂക്കിൽ കണ്ണശൻ പറമ്പിൽ. കണ്ണശ കവികളുടെ കാലഘട്ടം 14-ാം നൂറ്റാണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശരാമായണം കണ്ടെത്തി ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ഭാഷാപോഷിണിയിൽ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശരാമായണം കണ്ടെത്തി ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ഏത് മാസികയിലെന്ന് ചോദിച്ചാൽ ഭാഷാപോഷിണി. കണ്ണശന് മാതൃകയായിട്ടുള്ളത് വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണമാണ് കണ്ണശന് മാതൃകയായിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശരാമായണം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കണ്ണശരാമായണം. ആരുടെ മക്കളാണ് മാധവപ്പണിക്കരും ശങ്കരപ്പണിക്കരും? ഉഭയകവീശ്വരനായ കരുണേശൻ. ഉഭയകവീശ്വരൻ എന്നുദ്ദേശിക്കുന്നത് എന്താണ്? മലയാളത്തിലും സംസ്കൃതത്തിലും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. ഉഭയകവീശ്വരനായ കരുണേശൻ്റെ മക്കളാണ് മാധവപ്പണിക്കരും ശങ്കരപ്പണിക്കരും. തമിഴും സംസ്കൃതവും മലയാളവും കൂടിച്ചേർന്നത് കൊണ്ടാണ് കണ്ണശൻ കൃതികളിലെ ഭാഷയെ മുത്തമിഴ് എന്ന് വിളിക്കുന്നത്. കണ്ണശൻ കൃതികളിലെ ഭാഷയെ മുത്തമിഴ് എന്ന് വിളിക്കാൻ കാരണം തമിഴും സംസ്കൃതവും മലയാളവും കൂടിച്ചേർന്നത് കൊണ്ട്. രാമചരിതത്തിൽ നിന്ന് കണ്ണശരാമായണത്തിലേക്കുള്ള ഭാഷയുടെ പരിണാമത്തിൽ പാട്ടുപ്രസ്ഥാനം ഒരു ഹനുമാൻ ചാട്ടം തന്നെ മുന്നോട്ട് ചാടിക്കഴിഞ്ഞു എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയാണ് രാമചരിതത്തിൽ നിന്ന് കണ്ണശരാമായണത്തിലേക്കുള്ള ഭാഷയുടെ പരിണാമത്തിൽ പാട്ടുപ്രസ്ഥാനം ഒരു ഹനുമാൻ ചാട്ടം തന്നെ മുന്നോട്ട് ചാടിക്കഴിഞ്ഞു. ഒരു ഹനുമാൻ ചാട്ടം എന്ന് കാണുമ്പോൾ എൻ കൃഷ്ണപിള്ള ഞാൻ പഠിക്കാനുള്ളൊരു പോയിന്റ് കണ്ടെത്തിയതാണ് ഒരു ഹനുമാൻ ചാട്ടം. എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയുടെ മറ്റൊരു അഭിപ്രായമാണ് രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ കൃതിയിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ പരിണാമ പ്രക്രിയയിൽ ഇടത്താവളമാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത്. ഇടത്താവളമാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള. ആദ്യന്തം അമൃതമയമാണ് കണ്ണശരാമായണം എന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ് ആദ്യന്തം അമൃതമയമാണ് കണ്ണശരാമായണം എന്ന് അഭിപ്രായപ്പെട്ടത്. നിരണം കവികളെക്കുറിച്ച് മറ്റൊരഭിപ്രായം പ്രവാചകന്റെ വരവിനെ വഴിയൊരുക്കാനെത്തിയ യോഹന്നാൻ എന്ന് പറഞ്ഞത് ലീലാവതിയാണ് പ്രവാചകന്റെ വരവിനെ വഴിയൊരുക്കാനെത്തിയ യോഹന്നാൻ എന്ന് നിരണം കവികളെക്കുറിച്ച് പറയുന്നത് ലീലാവതി. കണ്ണശരാമായണത്തിൻ്റെ കർത്താവ് രാമപ്പണിക്കർ. നിരണത്ത് രാമപ്പണിക്കരാണ് കണ്ണശരാമായണത്തിൻ്റെ കർത്താവ്. കണ്ണശരാമായണത്തെക്കുറിച്ച് ആദ്യം അറിവ് നൽകിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കണ്ണശരാമായണത്തെക്കുറിച്ച് ആദ്യ അറിവ് നൽകിയത്. കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണമെന്ന് കണ്ണശരാമായണത്തെ വിശേഷിപ്പിച്ചത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ് കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണമെന്ന് കണ്ണശരാമായണത്തെ വിശേഷിപ്പിച്ചത്. മറ്റൊരു അഭിപ്രായമാണ് പാട്ട് സാഹിത്യത്തിന് ബലിഷ്ഠമായ പ്രതിഷ്ഠ, മണിപ്രവാളത്തിന് നൂതനമായ പരിണാമം, മലയാള കവിതയ്ക്ക് പുതിയൊരു മാനം എന്നിവ ഒന്നിച്ചുണ്ടാക്കിയതാണ് കണ്ണശരാമായണം ചെയ്തത്. ഈ നിരീക്ഷണം ആരുടേത്? എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയുടെ മറ്റൊരു അഭിപ്രായമാണ് പാട്ടു സാഹിത്യത്തിന് ബലിഷ്ഠമായ പ്രതിഷ്ഠ, മണിപ്രവാളത്തിന് നൂതനമായ പരിണാമം, മലയാള കവിതയ്ക്ക് പുതിയൊരു മാനം എന്നിവ ഒന്നിച്ചുണ്ടാക്കുകയാണ് കണ്ണശരാമായണം ചെയ്തത്. ഈ നിരീക്ഷണം എൻ കൃഷ്ണപിള്ള. കണ്ണശരാമായണത്തിലെ പാട്ടുകളുടെ എണ്ണം 1363 ശീലുകൾ. 1363 ശീലുകളാണ് കണ്ണശരാമായണത്തിലെ പാട്ടുകളുടെ എണ്ണം. കണ്ണശരാമായണത്തിന് വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശരാമായണത്തിന് വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശൻ്റെ ശൃംഗാരവർണ്ണനകൾ വായിക്കുമ്പോൾ അദ്ദേഹം വാൽമീകിയേക്കാൾ വലിയ മഹർഷിയായിരുന്നോ എന്ന് തോന്നുമെന്ന് അഭിപ്രായപ്പെട്ടതും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശൻ്റെ ശൃംഗാരവർണ്ണന എന്ന് കാണുമ്പോൾ പുതുശ്ശേരിയാണ് ശൃംഗാരവർണ്ണനകൾ. കണ്ണശൻ്റെ ശൃംഗാരവർണ്ണനകൾ വായിക്കുമ്പോൾ അദ്ദേഹം വാൽമീകിയേക്കാൾ വലിയ മഹർഷിയായിരുന്നോ എന്ന് തോന്നുമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ.
കണ്ണശരാമായണം പാഠവും പഠനവും എന്ന കൃതി രചിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശരാമായണം പാഠവും പഠനവും പുതുശ്ശേരി രാമചന്ദ്രൻ. നിരണം കൃതികളും കണ്ണശം പറമ്പും എന്ന ലേഖനം പ്രസിദ്ധീകരിച്ച് വന്നതെവിടെ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 1961 ഓഗസ്റ്റ് 13 നിരണം കൃതികളും കണ്ണശപ്പറമ്പും എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത്. കണ്ണശ ദിനാചരണം നടന്നത് 1981 ഓഗസ്റ്റ് 30. 1981 ഓഗസ്റ്റ് 30 കണ്ണശ ദിനാചരണം. നിരണം കവികളുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രം തൃക്കപാലീശ്വര ക്ഷേത്രം. തൃക്കപാലീശ്വര ക്ഷേത്രമാണ് നിരണം കവികളുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രം. കണ്ണശഭാഗവതം കാവ്യഗുണത്തിൽ കണ്ണശ രാമായണത്തേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ളയാണ് കണ്ണശഭാഗവതം കാവ്യഗുണത്തിൽ കണ്ണശ രാമായണത്തേക്കാൾ താഴെയാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഉപരിവർഗ കവികളുടെ സാഹിത്യ വിനോദമായിരുന്ന മണിപ്രവാള സാഹിത്യത്തിന് തിരിച്ചടിയാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രൻ്റെ മറ്റൊരു അഭിപ്രായമാണ് ഉപരിവർഗ കവികളുടെ സാഹിത്യ വിനോദമായിരുന്ന മണിപ്രവാള സാഹിത്യത്തിന് തിരിച്ചടിയാണ് കണ്ണശകൃതികൾ. അതായത് തിരിച്ചടിയാണ് കൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് പുതുശ്ശേരി രാമചന്ദ്രൻ. ശൈവ വൈഷ്ണവം സമന്വയിപ്പിക്കാൻ ശ്രമിച്ച കവിയാണ് നിരണത്ത് രാമപ്പണിക്കർ. ശൈവ വൈഷ്ണവം സമന്വയിപ്പിക്കാൻ ശ്രമിച്ച കവിയാണ് നിരണത്ത് രാമപ്പണിക്കർ. കാവ്യഗുണം കൊണ്ട് ഈ കൃതി രാമായണത്തെ പോലും അതിശയിപ്പിക്കുന്നു എന്ന് കണ്ണശ രാമായണത്തെ വിശേഷിപ്പിക്കുന്നത് ആർ നാരായണപ്പണിക്കർ. ആർ നാരായണപ്പണിക്കരാണ് രാമായണത്തെ പോലും അതിശയിപ്പിക്കുന്നു കണ്ണശ രാമായണം എന്ന് പറഞ്ഞത് ആർ നാരായണപ്പണിക്കർ. മണിപ്രവാള കൃതികളുടെ ജീർണതയ്ക്കുള്ള ഒരു വെല്ലുവിളിയാണ് കണ്ണശകൃതികൾ എന്ന് അഭിപ്രായപ്പെട്ടത് പി വി വേലായുധൻ പിള്ള. പി വി വേലായുധൻ പിള്ളയാണ് മണിപ്രവാള കൃതികളുടെ ജീർണതയ്ക്കുള്ള ഒരു വെല്ലുവിളിയാണ് കണ്ണശകൃതികൾ. അതായത് ജീർണതയ്ക്കുള്ള ഒരു വെല്ലുവിളി എന്ന് അഭിപ്രായപ്പെട്ടത് പി വി വേലായുധൻ പിള്ള. കണ്ണശൻ്റെ രീതി ഒരുതരം മണിപ്രവാള രീതി തന്നെയാണെന്ന് പറഞ്ഞത് പി ശങ്കരൻ നമ്പ്യാർ. പി ശങ്കരൻ നമ്പ്യാറാണ് കണ്ണശൻ്റെ രീതി ഒരുതരം മണിപ്രവാള രീതി തന്നെയാണെന്ന് പറഞ്ഞത്. നിരണം കൃതികളുടെ വൃത്തം ഇരട്ട തരംഗിണി അല്ലെങ്കിൽ ദീർഘതരംഗിണി. ഇരട്ട തരംഗിണി അഥവാ ദീർഘതരംഗിണി. രാമപ്പണിക്കരെ മലയാളത്തിലെ സ്പെൻസറായി വിശേഷിപ്പിച്ചത് ഉള്ളൂരാണ്. ഉള്ളൂരാണ് രാമപ്പണിക്കരെ മലയാളത്തിലെ സ്പെൻസറായി വിശേഷിപ്പിച്ചത്. രാമപ്പണിക്കരുടെ രചനകളാണ് ശിവരാത്രി മാഹാത്മ്യം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം. ശിവരാത്രി മാഹാത്മ്യം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം എന്നിവ ആരുടെ രചനകളാണ്? രാമപ്പണിക്കരുടേത്. ഭാഷാമിശ്രമിതെന്റിക്കഴാതെ ശിവരാത്രി മഹാത്മ്യത്തിലെ വരികളാണ്. തൻ്റെ ഭാഷയെക്കുറിച്ച് രാമപ്പണിക്കർ നടത്തുന്ന വിവരണമാണ്. ഭാഷാമിശ്രമിതെന്റിക്കഴാതെ ഇതിലെ വരികളാണ് ശിവരാത്രി മാഹാത്മ്യം. നിരണത്ത് രാമപ്പണിക്കരുടേതാണ് ശിവരാത്രി മാഹാത്മ്യം. ശിവരാത്രി മാഹാത്മ്യത്തിൽ 150 പാട്ടുകളും 150 പാട്ടുകളടങ്ങിയതാണ് ശിവരാത്രി മാഹാത്മ്യം. ശിവരാത്രി മാഹാത്മ്യത്തിൻ്റെ ഇതിവൃത്തം ഏകാദശി വ്രതം. ഏകാദശി വ്രതവും 150 പാട്ടുകളുമുള്ള കാവ്യമാണ് ശിവരാത്രി മാഹാത്മ്യം. മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ആസക്തി ലഹരിക്ക് ഒരു ആൻറ്റിഡോട്ട് അത്യാവശ്യമായിരുന്നു. അത് നൽകാൻ ഭക്തിപ്രസ്ഥാനത്തിനും അതിൻ്റെ സന്ദേശവാഹകർക്കും കഴിഞ്ഞു. ആരുടെ അഭിപ്രായമാണ്? ഡോക്ടർ എം ലീലാവതി. ഡോക്ടർ എം ലീലാവതിയുടെ അഭിപ്രായമാണ് മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ആസക്തി ലഹരിക്ക് ഒരു ആൻറ്റിഡോട്ട് അത്യാവശ്യമായിരുന്നു. ലഹരിക്ക് ഒരു ആൻറ്റിഡോട്ട് അത്യാവശ്യമായിരുന്നു. ആൻറ്റിഡോട്ട് ഡോക്ടർ എം ലീലാവതി. ക്വസ്റ്റ്യൻ ഒരു തവണയും കൂടി വായിക്കാം. മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ആസക്തി ലഹരിക്ക് ഒരു ആൻറ്റിഡോട്ട് അത്യാവശ്യമായിരുന്നു. അത് നൽകാൻ ഭക്തിപ്രസ്ഥാനത്തിനും അതിൻ്റെ സന്ദേശവാഹകർക്കും കഴിഞ്ഞു. അഭിപ്രായം ഡോക്ടർ എം ലീലാവതി. സുകുമാരൻ എന്ന ബ്രാഹ്മണൻ ചണ്ഡാലികയുമായി പാപപങ്കിലമായ ജീവിതം നയിക്കുന്നതും പ്രിയതമയ്ക്കു വേണ്ടി ശിവരാത്രി ദിവസം പൂവ് പറിക്കാൻ പോകുന്നതും ഇതിവൃത്തമായി വരുന്ന കണ്ണശകൃതിയാണ് ശിവരാത്രി മാഹാത്മ്യം. കോവളം പിള്ളമാരെ പോലെ നിരണം പണിക്കർമാരും സാഹിത്യത്തിൽ കുടുംബ സംസ്കാരം പടുത്തുയർത്തിയവരായിരുന്നു. ഈ നിരീക്ഷണം ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ.
ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണനാണ് പറയുന്നത്. കോവളം പിള്ളമാരെ പോലെ നിരണം പണിക്കർമാരും സാഹിത്യത്തിൽ കുടുംബ സംസ്കാരം പടുത്തുയർത്തിയത് ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ. രാമപ്പണിക്കരുടെ മറ്റൊരു കൃതിയാണ് കണ്ണശഭാഗവതം. കണ്ണശഭാഗവതം 91 അധ്യായങ്ങളുള്ള കാവ്യമാണ്. കണ്ണശഭാഗവതം ആമുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചത് കെ സാംബശിവശാസ്ത്രികളാണ് കണ്ണശഭാഗവതം ആമുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 91 അധ്യായങ്ങളുള്ള കാവ്യമാണ്. വരേണ്യവർഗം വളർത്തിക്കൊണ്ടുവന്ന മേലാള സംസ്കാരത്തിൻ്റെ ഹൃദയത്തിലാണ് കണ്ണശൻ കത്തിവെച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് എരുമേലിയാണ്. വരേണ്യവർഗം വളർത്തിക്കൊണ്ടുവന്ന മേലാള സംസ്കാരത്തിൻ്റെ ഹൃദയത്തിലാണ് കണ്ണശൻ കത്തിവെച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് എരുമേലി. എഴുത്താശാൻ എഴുത്തച്ഛനായതുപോലെ കണ്ണനാശാൻ കണ്ണശനായി എന്ന് അഭിപ്രായപ്പെട്ടത് പി കെ നാരായണപിള്ളയുടെ അഭിപ്രായമാണ്. എഴുത്താശാൻ എഴുത്തച്ഛനായതുപോലെ കണ്ണനാശാൻ കണ്ണശനായി എന്ന് അഭിപ്രായപ്പെട്ടത് പി കെ നാരായണപിള്ള. ഒറ്റനോട്ടത്തിൽ കടൽ പോലുള്ള അന്തരം തോന്നും രാമചരിത ഭാഷയ്ക്കും കണ്ണശപ്പാട്ടുകൾക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ളയാണ് ഒറ്റനോട്ടത്തിൽ കടൽ പോലുള്ള അന്തരം തോന്നും രാമചരിത ഭാഷയ്ക്കും കണ്ണശപ്പാട്ടുകൾക്കും എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള. കടൽ പോലുള്ള അന്തരം എൻ കൃഷ്ണപിള്ള. ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ധ്വനിമര്യാദയിൽ രചിച്ച പ്രബോധന കാവ്യമാണ് കണ്ണശരാമായണം എന്ന് അഭിപ്രായപ്പെട്ടത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ മറ്റൊരു അഭിപ്രായമാണ് ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ധ്വനിമര്യാദയിൽ രചിച്ച പ്രബോധന കാവ്യമാണ് കണ്ണശരാമായണം. ആനന്ദം പരമാനന്ദം ഒക്കെ പറയുന്നത് പുതുശ്ശേരി രാമചന്ദ്രൻ. മറ്റൊരഭിപ്രായമാണ് രാമപ്പണിക്കരുടെ കൃതികളിൽ വെച്ച് സർവാംഗരമണീയം കണ്ണശരാമായണമെന്ന് അഭിപ്രായപ്പെട്ടത് ലീലാവതി. രാമപ്പണിക്കരുടെ കൃതികളിൽ വെച്ച് സർവാംഗരമണീയമാണ് കണ്ണശരാമായണമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി. മറ്റൊരു ക്വസ്റ്റ്യനാണ് ശ്രീരാമനിലൂടെ ഉദാത്തവൽക്കരിച്ച മാനുഷിക നന്മകളുടെ ആവിഷ്കാരം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കാവ്യമാണ് കണ്ണശരാമായണം എന്ന് അഭിപ്രായപ്പെട്ടത് എരുമേലി പരമേശ്വരൻ പിള്ള. എരുമേലിയുടേതാണ്. ശ്രീരാമനിലൂടെ ഉദാത്തവൽക്കരിച്ച മാനുഷിക നന്മകളുടെ ആവിഷ്കാരം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കാവ്യമാണ് കണ്ണശരാമായണം എന്ന് പറഞ്ഞത് എരുമേലി. രാമചരിതത്തിൽ ആരംഭിച്ച രാമായണ കഥ പൂർണ്ണത കൈവരിച്ചത് രാമായണത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടതും എരുമേലി പരമേശ്വരൻ പിള്ളയാണ്. രാമചരിതത്തിൽ ആരംഭിച്ച രാമായണ കഥ പൂർണ്ണത കൈവരിച്ചത് കണ്ണശരാമായണത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടത് എരുമേലി. വിശിഷ്ടവും വിശിഷ്ടാകർഷവുമായ പ്രബന്ധമെന്ന് കണ്ണശരാമായണത്തെ വാഴ്ത്തിപ്പാടിയത് ഉള്ളൂരാണ്. വിശിഷ്ടവും വിശിഷ്ടാകർഷവുമായ പ്രബന്ധമെന്ന് കണ്ണശരാമായണത്തെ വാഴ്ത്തിപ്പാടിയത്. ശബ്ദനിഷ്കർഷ താരതമ്യേന ഭാഗവതത്തിൽ വളരെ കുറവാണെന്നും രാമായണത്തിൻ്റെ ഗുണം അതിനില്ലെന്നും അഭിപ്രായപ്പെട്ടതും ഉള്ളൂരാണ്. ശബ്ദനിഷ്കർഷ താരതമ്യേന ഭാഗവതത്തിൽ വളരെ കുറവാണെന്നും രാമായണത്തിൻ്റെ ഗുണം അതിനില്ലെന്നും അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ. ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് ഒരു പോയിൻ്റ് വിട്ടുപോയതാണ്, പറയാം. മലയാള സാഹിത്യത്തിൽ ജാതിക്കെതിരായി സന്ദേശം നൽകുന്ന ആദ്യ കൃതിയാണ് ശിവരാത്രി മഹാത്മ്യം. അടുത്തത് ഭാഷാ ഭഗവത്ഗീത. ഭാഷയിലെ ആദ്യ ഭഗവത്ഗീത വിവർത്തനമാണ് ഭാഷാ ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ കർത്താവ് മാധവ പണിക്കർ. ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവ് മലയൻകീഴ് മാധവ പണിക്കരാണ്. ഭാഷാ ഭഗവത്ഗീത ഭാഷയിലെ ആദ്യ ഭഗവത്ഗീത വിവർത്തനമാണ്. ഭാഷാ ഭഗവത്ഗീതയുടെ രചനാവേളയിൽ മാധവ പണിക്കർ അനുകരിച്ച തമിഴ് കവിയാണ് പട്ടനാർ. ഭാഷാ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ എണ്ണം 323. നിരണം കവികളിൽ ആദ്യത്തെ ഋഷി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് മാധവ പണിക്കരെയാണ് ആദ്യത്തെ ഋഷി കവി എന്ന് വിശേഷിപ്പിച്ചത്. നിരണം കവികളിൽ ആദ്യത്തെ ഋഷി കവി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീതയിൽ 323 ശ്ലോകങ്ങൾ. പട്ടനാരുടെ ഗീതയ്ക്കും ഭാഷാ ഭഗവത്ഗീതയ്ക്കും വളരെയേറെ സാമ്യങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. പട്ടനാരുടെ ഗീതയ്ക്കും ഭാഷാ ഭഗവത്ഗീതയ്ക്കും വളരെയേറെ സാമ്യങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത്. ഭാഷാ ഭഗവത്ഗീതയുടെ രചനയിൽ മാധവ പണിക്കർ ഉദ്ധരിക്കുന്ന ശ്രീശങ്കരൻ്റെ ഗീതാവ്യാഖ്യാനമാണ് ശങ്കരഭാഷ്യമാണ് ശ്രീശങ്കരൻ്റെ ഗീതാവ്യാഖ്യാനം.
അഹമിതു സംക്ഷേപിച്ചുര ചെയ്തേൻ എന്ന് കവിസൂചനയുള്ള കാവ്യമാണ് ഭാഷാ ഭഗവത്ഗീത. ഭാഷാ ഭഗവത്ഗീതയിലെ ഒരു സൂചനയുള്ള കാവ്യഭാഗമാണ് അഹമിതു സംക്ഷേപിച്ചുര ചെയ്തേൻ. ഒരു നാൾ വന്നു പിറക്കും പിന്നെയുടൽ വളരും ബാലപ്രായം തെരുതരെ. ഈ വരിയും ഭാഷാ ഭഗവത്ഗീതയിലെ വരികളാണ്. ഒരു നാൾ വന്നു പിറക്കും പിന്നെയുടൽ വളരും ബാലപ്രായം തെരുതരെ. ഭാഷാ ഭഗവത്ഗീതയിലെ വരികൾ. ജ്ഞാനപ്പനുവേൽ എന്ന് വിശേഷിപ്പിക്കുന്ന കാവ്യമാണ് ഭാഷാ ഭഗവത്ഗീത. ഭാഷാ ഭഗവത്ഗീതയെയാണ് ജ്ഞാനപ്പനുവേൽ എന്ന് വിശേഷിപ്പിക്കുന്ന കാവ്യം. ഇത് ഗീതാപരിഭാഷയല്ല, ഗീതാർത്ഥം ഉരയ്ക്കുന്ന കൃതിയാണെന്ന് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടത് ഭാഷാ ഭഗവത്ഗീതയെയാണ്. ഭാഷാ ഭഗവത്ഗീതയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇത് ഗീതാപരിഭാഷയല്ല, ഗീതാർത്ഥം ഉരയ്ക്കുന്ന കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഭാഷാ ഭഗവത്ഗീതയ്ക്ക് ആമുഖം തയ്യാറാക്കിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ഭാഷാ ഭഗവത്ഗീതയ്ക്ക് ആമുഖം തയ്യാറാക്കിയത്. അടുത്ത കൃതിയാണ് ഭാരതമാല. നിരണം കൃതികളിൽ ഏറ്റവും പഴക്കമുള്ള കൃതിയാണ് ഭാരതമാല. ഭാരതമാലയുടെ കർത്താവ് ശങ്കരപ്പണിക്കർ. ഭാഷയിലെ ആദ്യത്തെ മഹാഭാരത സംഗ്രഹമാണ് ഭാരതമാല. ഭാരതമാലയുടെ ഒന്നാം ഭാഗത്തിന് മുഖവുര എഴുതിയത് പി കെ നാരായണപിള്ള. രണ്ടാം ഭാഗത്തിന് അവതാരിക എഴുതിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹമാണ് ഭാരതമാല. അതിൻ്റെ ഒന്നാം ഭാഗത്തിന് മുഖവുര എഴുതിയത് പി കെ നാരായണപിള്ളയും രണ്ടാം ഭാഗത്തിന് അവതാരിക എഴുതിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം എന്ന് ഭാരതമാലയെ വിശേഷിപ്പിച്ചത് എരുമേലി പരമേശ്വരൻ പിള്ള. എരുമേലി പരമേശ്വരൻ പിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം ഭാരതമാലയെന്ന് വിശേഷിപ്പിച്ചത്. ഭാരതമാലയുടെ ഒന്നാം ഭാഗം ഭാഗവതം ദശമസ്കന്ധവും രണ്ടാം ഭാഗം മഹാഭാരതവും. ഇതിൻ്റെ ഇതിവൃത്തം മഹാഭാരതമാണ്. എഴുത്തച്ഛൻ്റെ ഭാരത വിവർത്തനത്തിന് സ്കെച്ചും ഡിസൈനറും ഒരുക്കിക്കൊടുത്ത കൃതിയായി എൻ കൃഷ്ണപിള്ള വിലയിരുത്തുന്ന കണ്ണശകൃതിയാണ് ഭാരതമാല. ഭാരതമാലയ്ക്കാണ് എഴുത്തച്ഛൻ്റെ ഭാരത വിവർത്തനത്തിന് സ്കെച്ചും ഡിസൈനറും ഒരുക്കിക്കൊടുത്ത കൃതിയായി എൻ കൃഷ്ണപിള്ള വിലയിരുത്തുന്നത്. ഭാരതമാലയ്ക്ക് പഠനവും വ്യാഖ്യാനവും തയ്യാറാക്കിയത് ഡോക്ടർ പൊന്നര സരസ്വതി. ഭാരതമാല പഠനവും വ്യാഖ്യാനവും ഡോക്ടർ പൊന്നര സരസ്വതി. ശങ്കരപ്പണിക്കരുടെ മറ്റൊരു കൃതിയാണ് ഗണേശ്വര മാഹാത്മ്യം. ഗണേശ്വര മാഹാത്മ്യത്തിൻ്റെ ഇതിവൃത്തം ഗണപതി മഹിമാവർണ്ണന. ഗണപതി മഹിമാവർണ്ണനയാണ് ഗണേശ്വര മാഹാത്മ്യത്തിൻ്റെ ഇതിവൃത്തം. 93 ഈരടികൾ മാത്രമുള്ള 93 പാട്ടുകളുള്ള കാവ്യമാണ് ഗണേശ്വര മാഹാത്മ്യം. ഇതിൻ്റെ കർത്താവ് ശങ്കരപ്പണിക്കർ. ഇതിന് ആമുഖം ഗണേശ്വര മാഹാത്മ്യത്തിന് ആമുഖം തയ്യാറാക്കിയത് പുരുഷോത്തമൻ. ഡോക്ടർ എം എം പുരുഷോത്തമനാണ് ഗണേശ്വര മാഹാത്മ്യത്തിന് ആമുഖം തയ്യാറാക്കിയത്. പാലാഴി മദനം പാട്ട്, ഗണേശ്വര മാഹാത്മ്യം എന്നിവ കണ്ടെത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാള വിമർശത്തിൽ ആമുഖത്തോടു കൂടി പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ എം എം പുരുഷോത്തമൻ നായർ. ഡോക്ടർ എം എം പുരുഷോത്തമൻ നായരാണ് പാലാഴി മദനം പാട്ട്, ഗണേശ്വര മാഹാത്മ്യം മലയാള വിമർശത്തിൽ ആമുഖത്തോടു കൂടി പ്രസിദ്ധീകരിച്ചത്. മാക്സിമം കണ്ടൻറ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. ഇതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.